വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷകളുടെ അമിത ഭാരം പേറി നിലകൊള്ളുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നടത്തുന്ന തമ്മിൽ തല്ലിനും വിഴുപ്പലുക്കലിനും ഇടയിൽ വോട്ടിനു വേണ്ടി ജമായത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദ സംഘടനകളെ വെള്ളപൂശിക്കൊണ്ട് മുസ്ലിം ലീഗ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. മുന്നണിയിൽ സർവാധിപത്യം പുലർത്തുന്ന ലീഗ് നേതാവ് പാണക്കാട് തങ്ങളുടെ നിലപാട് എന്തു തന്നെ ആയിരുന്നാലും അതിനെ നയപരമായി പോലും എതിർക്കാൻ കെൽപ്പില്ലാത്ത ശേഷിയില്ലാത്ത കോൺഗ്രസ് മുൻപ് 2 വട്ടം ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ജമായത്തെ ഇസ്ലാമി എന്ന മതസംഘടനയെ മതേതര പുണ്യവാളന്മാരാക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഇപ്പോൾ. ജമായത്തെ ഇസ്ലാമിയുമായുള്ള ലീഗിന്റെ ബന്ധം ഇപ്പോൾ തുടങ്ങിയതല്ല. ശിഹാബ് തങ്ങളുടെ കാലത്ത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് മുസ്ലിം സൗഹൃദ വേദി രൂപവൽക്കരിച്ചിരുന്നു. അത് മുസ്ലിങ്ങളിലെ എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിച്ചുള്ള മുന്നേറ്റമാണ്. അടുത്ത കാലത്തായി ജമായത്തെ ഇസ്ലാമി ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. അത് നിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയെല്ലാമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. ആഗോള ഇസ്ലാമിക സമൂഹത്തെ റാഡിക്കലൈസ് ചെയ്യുന്നതിന് ലോകമെങ്ങും മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള മത തീവ്രവാദ പ്രസ്ഥാനമായ ജമായത്തെ ഇസ്ലാമിക്ക് വിശേഷിച്ചൊരു മതേതര നിലപാടുകളും ഇല്ല എന്നും ലോകമാസകലം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നത് മാത്രമാണ് അവരുടെ ഏക അജണ്ട എന്നുമുള്ള വിവരങ്ങൾ പരസ്യമായ രഹസ്യമാണ്. തീവ്ര നിലപാടുള്ള ഈ ഇസ്ലാമിക സംഘടനയെ പടച്ചുവിട്ട മൗദൂദിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടാണ് ഈജിപ്തിലെ വിമത കലാപങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് മുസ്ലിം ബ്രദർഹുഡ് എന്ന തീവ്രവാദ സംഘടന പോലും രൂപപ്പെട്ടത്. കഴിഞ്ഞ 2 വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സിമി, പോപ്പുലർ ഫ്രണ്ട് എന്നീ 2 മത തീവ്ര പ്രസ്ഥാനങ്ങൾ ആഗോള വ്യാപകമായുള്ള ജമായത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ ഏറ്റെടുത്ത സംഘടനകളാണ്. കേരളത്തിലെ ജനങ്ങളെ വെറുപ്പിന്റെ പരകോടിയിൽ എത്തിച്ച പിണറായി സർക്കാർ അനിവാര്യമായ പതനത്തിലേക്ക് കൂപ്പുകുത്തി വീഴുകയും ലീഗിന്റെ സ്വാധീനത്താൽ കോൺഗ്രസ് കേരളത്തിലെ ജമായത്തെ ഇസ്ലാമിയെ മാടി വിളിച്ച് കൂടെ നിർത്തുകയും ജയിക്കുകയും ചെയ്താൽ അത് കേരള രാഷ്ട്രീയത്തിലെ മതേതര സംസ്കാരത്തിന്റെ നാശം തന്നെയായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. ജമായത്തെ ഇസ്ലാമിയുടെയും മത തീവ്ര നിലപാടുള്ള മറ്റു മുസ്ലിം സംഘടനകളുടെയും താല്പര്യം സംരക്ഷിക്കാൻ ലീഗും ലീഗിനെ നമ്പി ശ്വാസോച്ഛ്വാസം പോലും നടത്തുന്ന കോൺഗ്രസും ചേർന്ന് നിക്ഷിപ്ത താല്പര്യങ്ങളോടെ ഭരണയന്ത്രം തിരിച്ചാൽ അത് കേരളത്തിൽ സൃഷ്ടിക്കുക കടുത്ത അരക്ഷിതാവസ്ഥകൾ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പണ്ട് ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വീട്ടിൽ കാത്തുവെച്ചോടാ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന് അർമാദിച്ച് വിളിച്ച് കൂവിയതുപോലെ ഹൈന്ദവ ക്രൈസ്തവ മതസ്ഥരുടെ നാശത്തിന്റെ നാന്ദിയായിരിക്കും അത് എന്നുള്ള കാര്യം ഉറപ്പാണ്. മുസ്ലിം ബ്രദർഹുഡ് ലോകത്ത് എവിടെ ആധിപത്യം സ്ഥാപിച്ചുവോ അവിടെയെല്ലാം ക്രൈസ്തവർ വംശഹത്യയ്ക്ക് ഇരയായിട്ടുണ്ട്. മതേതരത്തിന്റെ മാസ്ക് ധരിച്ചെത്തുന്ന ഇത്തരം ഭീകര സംഘടനകളെ പ്രതിരോധിക്കാനോ അത്തരക്കാരുടെ വോട്ട് വേണ്ടെന്ന് ആർജവത്തോടെ പറയാനോ നിർഭാഗ്യവശാൽ കഴിയാത്ത വിധത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അധപ്പതിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. ആഗോള തീവ്രവാദി നേതാക്കളായ ഹനിയെയും സിൻവാറിനെയും ഇസ്രായേൽ തീർത്തപ്പോൾ കേരളത്തിലെ വലിയ പ്രതിഷേധം നടത്തുകയും ആ ശ്രേണിയിൽ ജീവിച്ചിരുന്ന ഏക നേതാവായ ഖാലിദ് ബാർഷദിനെ മലപ്പുറത്തെത്തിച്ച് പ്രസംഗിപ്പിക്കുകയും ചെയ്തത് ഇതേ ജമായത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനകളായിരുന്നു എന്ന കാര്യം അങ്ങേയറ്റം ഗൗരവമുള്ളത് തന്നെയാണ്. അതിവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മറന്നു പോകരുത്. എന്തിനും ഏതിനും ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളെ കുറ്റപ്പെടുത്തി ക്രൈസ്തവരുടെ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്യാനുള്ള നീക്കങ്ങളാണ് ഇത്തരം തീവ്രവാദ സംഘടനകളുടെ മുഖ്യ അജണ്ട. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കരുനീക്കങ്ങളെ ക്രൈസ്തവർ കൃത്യമായി വിവേചിച്ച് അറിയേണ്ടതാണ്.